അസ്സലാമു അലൈക്കും. ഒഴൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഇതായിട്ടൊന്നും ഒരു ആശംസകളായിട്ടൊന്നും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളത് ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ എനിക്കറിയാം ഇത് എന്ത് സ്ഥലം, അത് എൻ്റെ വീടാട്ടോ. ഇപ്പോൾ ഉള്ള എൻ്റെ വീട്ടിലാണ്. രണ്ടാം പെരുന്നാളിനാണ് ഇപ്പം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കാര്യം. എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നേരെ ആറുവരിപ്പാതയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ ആറുവരിപ്പാതയേക്കാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ പച്ച ഷീറ്റ് വെച്ച് മറിച്ചതാട്ടോ, അങ്ങോട്ട് കാണാതിരിക്കും. നമ്മൾ കൊല്ലായിലേക്ക് ഇരിക്കുമ്പോൾ ഇതാണ് ആറുവരിപ്പാത. അപ്പം നേരം വെളുത്തിട്ടുള്ളൂ. പിന്നെ വീഡിയോ ഒന്നും ഇല്ലാഞ്ഞത് ഓൾറെഡി എനിക്ക് സുഖമില്ലായിരുന്നു. എൻ്റെ മറ്റേ ചാനലൊന്നും വീഡിയോ ഇട്ടിട്ടില്ല. ഇത് ആശംസകളൊന്നും പറഞ്ഞിട്ട് നമ്മളെ കസ്റ്റമേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനൊന്നും നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. ഈ ചാനലും നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. ഇതായിരുന്നു, സുഖമില്ലായിരുന്നു. മൈഗ്രെയിൻ്റെ പ്രശ്നമാണ് പറഞ്ഞിട്ട് കുറേ ദിവസമായ തലവേദന. അപ്പം ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പെരുന്നാൾക്കൊന്നും വലിയ സുഖമില്ല. പെരുന്നാളുണ്ട് അന്നാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. പെരുന്നാൾ വരെ എങ്ങനെ എനിക്ക് പിടിച്ചു നിന്നു, കടയുള്ള കാരണം ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ കുറവുണ്ട് കുറച്ചു. അപ്പോൾ നമ്മൾ നാളെ കാണിച്ചില്ലേ ഒരു വെള്ളം പോണ ഒരു തോട് പോലെ ഞങ്ങളെ വീട്ടിൽ വഴിയാണെന്ന് പറഞ്ഞിട്ട് ഇതാണ് കേട്ടോ. അത് ഇപ്പം വെള്ളമില്ല, നല്ല മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളമുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കുളിക്കാൻ പോകും കേട്ടോ. നല്ല HD ക്ലാരിറ്റിയുള്ള HD കുളത്തിലേക്ക് കുളിക്കാൻ പോവുകയാണ്. അടിപൊളി. അപ്പോൾ വണ്ടിയിലൊക്കെ പോകണമെന്ന് വെച്ചാൽ വേണ്ട, റോഡ് ഓപ്പോസിറ്റ് കടന്നിട്ട് പോയാൽ മതി. പക്ഷേ ആറുവരിപ്പാതല്ലേ, കടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദൂരം പോകണം. വണ്ടിയായിട്ട് അപ്പുറം കിടക്കണമെങ്കിലും അതിനേക്കാളും ദൂരം പോകണം. അപ്പം നമ്മൾ വണ്ടിയായിട്ട് ചുറ്റി വളഞ്ഞ് പോവുകയാണ്. അതാണ് വണ്ടിയായിട്ട് പോണത്. കാരണം ആണുങ്ങൾക്കൊക്കെ ഒരുക്ക് മതിലൊക്കെ ചാടി പോകും. നമുക്ക് അത്രയും ദൂരം ഈ കുട്ടികളായിട്ടൊക്കെ റോഡ് മുറിച്ച് കിടക്കാൻ ബുദ്ധിമുട്ടായ കാരണമാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. ഈ ഒരു ഏരിയ കണ്ടോ, നമ്മളവിടെ പരന്ന പ്രദേശമാണെങ്കിൽ ഇവിടെ കുണ്ടും താഴ്ചക്കുള്ള അടിപൊളി പ്രദേശം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പോകുന്നുണ്ട്, കുളത്തിൻ്റെ അടുത്ത് എത്താനായിക്കണം. അപ്പോൾ പിന്നെ ഏതായാലും വണ്ടിയിലൊക്കെ എല്ലാവരും കൂടി പെറുക്കിയിട്ടിട്ടുണ്ട് പോയി. അപ്പം നടക്കുമ്പോൾ എത്തിരി ഉള്ളെങ്കിലും ചുറ്റി വളഞ്ഞ് പോകുമ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ HD കുളം എന്നാണ് പറഞ്ഞത്, പക്ഷേ ഒരു ചോലയാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ നല്ല ഇറക്കം കയറ്റം. നമ്മളൊരു ഊട്ടിയിട്ടൊരു വൈബാട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ഇറക്കം കയറ്റം. നമ്മളെ വീട്ടിലെ ഈ ഒരു പരിസരങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. വെള്ളമാണെങ്കിലും നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ് ഈ കാര്യം. നിങ്ങൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, വെള്ളം തെളിനീരതാ. ഒരു കുളാട്ടോ. അത് നമുക്ക് ബോയ്സിന് വിളിക്കാം, ഗേൾസിന് പറ്റൂല. ഒരു കുളമാണത്, ചോലല്ല. നമ്മൾ പോണത് ചോല പോലത്തെ ഒരു ഇതിലേക്കാണ്. അപ്പം നമുക്ക് ഇതാണ് ആ കുളം. നമ്മൾ പോണതൊക്കെ വെള്ളം കണ്ട ഒരു തെളിനീര് പോലത്തെ വെള്ളം. അവിടെ വെള്ളം ഉണ്ടോ എന്നുള്ളത് നമ്മൾ സൂക്ഷിച്ച് നോക്കണം. ആ ചോലയിൽ ഞങ്ങൾ കുളിക്കാൻ പോണ ചോലയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ HD കുളം എന്ന് അതിന് പറയണത് തന്നെ HD ക്ലാരിറ്റിയാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണതാ. കുറച്ച് ഒരു കുന്ന് പോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് കയറണം കേട്ടോ. അപ്പം ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ ഞാനിങ്ങനെ വീഡിയോയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോറി ഇട്ടാ. കാരണം എൻ്റെ എഡിറ്റിങ്ങിൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോസ് പല പോർഷനായിട്ട് എടുത്തതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെതറിക്കെടുക്കുകയാണ്. അപ്പം നമ്മൾക്ക് ഒരു കയറ്റത്തേക്ക് കയറണം. അപ്പം നമുക്ക് കുളിക്കുക എന്ന് പറഞ്ഞാൽ ലേഡീസിനൊക്കെ കുളിക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. കാരണം ആരും അങ്ങനെ വരില്ല. കുളത്തിൽ കുളിക്കാൻ എപ്പോഴും ആളുണ്ടാവും, പക്ഷേ ആണുങ്ങളൊന്നും കുളിക്കുന്ന സമയത്ത് വരില്ല. അപ്പോൾ അതാണ് കയറിക്കൊണ്ടത്. വഴിയിലൊക്കെ നോക്ക് വെള്ളം ഒലിച്ച് വരുന്നത് നല്ല തെളിനീര് പോലത്തെ വെള്ളം കേട്ടോ. അപ്പോൾ നമ്മുടെ കുളത്തിലത്തെ വെള്ളങ്ങൾ കാണണം. ആ കുളം അവിടെ ഉണ്ടോയെന്ന് പോലും അറിയില്ല കേട്ടോ. അതാണ് നമ്മുടെ കുളത്തിലത്തെ വെള്ളം, HD കുളം. ഇതാണ് ഇതിന് പറയുക, നമ്മൾ HD കുളത്തിൽ. എങ്ങനെയുണ്ട് വെള്ളം, കുളത്തിലത്തെ വെള്ളം അടിപൊളിയല്ലേ. ഈ ഒരു കുളത്തിലാണ് നമ്മളിന്ന് കുളിക്കാൻ പോകുന്നത്. നമ്മൾ വർഷക്കാലമായാലും വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നാൽ ഈ ഒരു കുളത്തേക്ക് നമ്മൾ വിരലുണ്ട് ഇട്ടായ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളവിടെ നിന്നാൽ നമ്മൾ മുങ്ങിപ്പോയാലും നമ്മളെ കാണാം. അത്രയും ക്ലാരിറ്റിയാണ്. നമ്മൾ നീന്തി കളിച്ചാലൊന്നും ഈ ഒരു നമ്മൾ നീന്തലൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മളെ കുളി കഴിഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങിയിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഇവർ കുളിക്കുന്ന സമയത്താണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടത് കേട്ടോ. നല്ലൊരു ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോഴത്തേനും ചായയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് കറിയും, ഇനിയിപ്പോൾ ബീഫ് പെരുന്നാളല്ലേ, ബീഫ് കറിയും പൊറോട്ട ഇതൊക്കെ കഴിച്ചു ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലെത്തി രാത്രിയായിട്ടോ. ഞാൻ അധികമൊന്നും പറയുന്നില്ല.
പക്ഷെ ഞാനിതിപ്പം നമ്മൾ പുതിയങ്ങാടി ആർത്തുങ്ങൾക്ക് പോകുന്നുണ്ട്, അതേപോലെ നമ്മൾ ഉണ്ണിയാൽ ബീച്ചിക്ക് പോകുന്നുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. പക്ഷെ ആ വീഡിയോ ഒരു ക്ലാരിറ്റി ഇല്ല, സൗണ്ട് ക്ലാരിറ്റി ഇല്ല. അപ്പം ഞാനത് ഒഴിവാക്കിയിട്ട് ആ വീഡിയോ അത് സൗണ്ട് ഒഴിവാക്കി. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഇട്ട, കാരണം അത്രയും വെയ്യാണ്ട് കിടക്കണം. അതിന് ഒരു താൽക്കാലിക ഒരു ടോപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, മാക്സി പോലും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇത് മോളിൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കേട്ടോ. പിന്നെ അപ്പം ഞങ്ങൾ ആദ്യം പുതിയങ്ങാടി ആർക്കെങ്കിലും ഒന്ന് പോകണം, അവിടെ ഒരു നേർച്ചുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ണിയാൽ ബീച്ചിക്ക് പോകാം കേട്ടോ. രാത്രി കേട്ടോ, കാരണം എനിക്ക് വെയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. വെയിൽ കൊണ്ടപ്പോൾ എനിക്ക് തലവേദന വീണ്ടും വരും. അപ്പോൾ പിന്നെ ഞാൻ വെയിൽ കൊള്ളുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഒരു 8 മണിയൊക്കെ കഴിക്കണം കേട്ടോ. ഉണ്ണിയാൽ ബീച്ചിൽ രാത്രിയാകുമ്പോൾ നല്ല രസമുണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഞങ്ങൾ ഇവിടെ പുതിയങ്ങാടിയിലൊന്ന് പോയിട്ട് അവിടെ ഒന്ന് ദോയം കാര്യമൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ കേട്ടോ. രാത്രി ആയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോകാമല്ലോ. അപ്പം നമ്മൾ പുതിയങ്ങാടി എത്തിയിട്ടുണ്ട് കേട്ടോ. മക്കബറയാണത് പുതിയങ്ങാടി ആവും തങ്ങൾ പാപ്പാൻ്റെ മക്കബറയാണ്. ഇവിടെ സ്ഥലത്ത് എന്തോ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ വീഡിയോ ഓഫ് ചെയ്ത് പ്രാർത്ഥിച്ച് വന്ന് നമ്മൾ ഉണ്ണിയാലിക്ക് പോകും കേട്ടോ. വേറെ വീഡിയോ ഒന്നും നമ്മൾ വന്ന് ചെയ്യുന്നില്ല കേട്ടോ. മക്കബറ കാണാത്തവർക്ക് വേണ്ടി ഞാനൊരു മക്കബറിൻ്റെ ഒരു വീഡിയോസ് മാത്രം ഇങ്ങനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഉള്ളിലേക്കൊന്നും നമ്മൾ ഫോൺ കൊണ്ടുപോയിട്ടില്ല, വണ്ടി വെച്ചിട്ടായിരുന്നു പോയിരുന്നത്. നേരെ ഇപ്പോൾ ഉണ്ണിയാൽ ബീച്ചിൽ നല്ല അതേന്ന് കേട്ടോ. പക്ഷെ എന്താ പറയുക, തിരക്കായിരുന്നു ഭയങ്കര, റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു, ബ്ലോക്കും. അപ്പോൾ നമ്മൾ ഉണ്ണിയാൽ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. എന്തോ ഒരു സുഖം എന്ന് പറഞ്ഞാൽ, എന്ത് കാറ്റാണോ, എന്ത് സുഖമാണോ. പാർക്കിംഗ് ഒന്നും ഇല്ല. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ പാർക്ക് ചെയ്തിട്ടാട്ട് വിട്ട വ്യൂ, ഇവിടെയൊക്കെ തെങ്ങൊക്കെ നോക്കുക, ഒരു സൈഡൊക്കെ എന്നെ ചാഞ്ഞിട്ട് കാറ്റടിക്കണം, അത്രയും കാറ്റിട്ടാ. അപ്പോൾ നമ്മളിങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഏകദേശം ഇതിങ്ങനെ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, കാരണം മഴക്കാറും ഒരു ഇരുട്ടും മഴക്കാറും ഒക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഇത്രയും ഒരു വെളിച്ചക്കുറവ്. പക്ഷെ എന്നാലും അവിടുത്തെ ലൈറ്റും പാട്ടും കോപ്പി റൈറ്റും ഉറപ്പാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ ലൈറ്റും പാട്ടൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഞാൻ ഇത് സൗണ്ട് ഓഫ് ചെയ്തിട്ടിട്ടത്. ഞങ്ങൾ സൗണ്ട് എടുത്തൊന്നൊന്നുമല്ല, തിരമാല കണ്ടു, കടൽ കണ്ടു. ഞാൻ രാത്രി അസ്തമയൊക്കെ കാണാൻ പോയിട്ടുണ്ട്. പക്ഷെ രാത്രി 8 മണിൻ്റെ ശേഷമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കടൽ കാണാൻ പോകുന്നത് കേട്ടോ. ആ കടൽ കാണാൻ പോകും, അസ്തമയം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോരും, അത്ര തന്നെ. 8 മണി 9 മണി ആ ഒരു സമയത്ത്. ഇപ്പം നമ്മളിവിടെ എത്തിയപ്പം വീട്ടിൽ നിന്ന് 8 മണിക്കാണ് പോകുന്നത്. ഇവിടെ എത്തിയപ്പം 8:30 9 മണിയായിരിക്കും ഇതാ കടൽ കേട്ടോ. ഒരുപാട് ആളുകൾ ഇതേപോലെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസായിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. എന്ത് ഭംഗിയടിച്ചിട്ടാണ് കടൽ കാണാൻ. അപ്പം നമ്മളെ ഒരു മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയി പോകും കേട്ടോ. ഈ ഒരു ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി, നല്ല തിരമാല ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളിയൊരു സ്പേസ്. അപ്പോൾ നമ്മൾ പാനിപ്പൂരി വേണമെന്ന് അറിഞ്ഞു, അത് വാങ്ങിച്ചു കൊടുത്തു. തെരൻ്റെ ഐസ്, കടല, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒക്കെ നമ്മൾ ഇതിനും ഇവിടെ ബീച്ചിൽ പോയാൽ തിന്നലൊരു ഹരമാണല്ലോ. പിന്നെ ഇതെന്താ ഓംലെറ്റാണ്, ഓംലെറ്റ്. അപ്പോൾ അതൊക്കെ തിന്നു നമ്മൾ കുറച്ച് നേരം കിടന്നു. പിന്നെ എന്തോ ഉരുളങ്കിഴങ്ങ് എന്തോ ഫ്രൈ ആക്കിയത്, അതൊക്കെ തിന്നിട്ടില്ല. ഒരുപാടൊന്നുമല്ല, നല്ല ചിരി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ. ഇങ്ങനെ വരുന്നതും പോണതൊക്കെ കാണാൻ എന്ത് രസമാണ്. അപ്പോൾ നമ്മളെ വീഡിയോ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ വ്ളോഗൊന്നും എടുക്കാനുള്ളതില്ല. അപ്പോൾ എല്ലാവർക്കും വൈകിട്ടാണെങ്കിലും ഒരു ഈദ് മുബാറക്ക് കേട്ടോ. ഇന്നേ എനിക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ, കാരണം എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അസുഖമൊക്കെ പെട്ടെന്ന് മാറാങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പം നമ്മൾ ചാനലിൽ എല്ലാ ചാനലും വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.